പാലക്കാട് മണ്ണാർക്കാട് നബീസ കൊലപാതക കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷാവിധി കോടതി ഇന്ന് പ്രഖ്യാപിക്കും. നബീസയെ കൊലപ്പെടുത്തിയത് കൊച്ചുമകൻ ബഷീറും ഭാര്യ ഫസീലയും ചേർന്നെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യവും ഇത് തന്നെയാണ്. ബിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ബിപിൻ, ഈ കേസിൻ്റെ വിധി എപ്പോഴാണ് വരിക? ഏത് കോടതിയാണ് വിധി പറയുക? SKN 9 വർഷങ്ങൾക്ക് ശേഷം മണ്ണാർക്കാട് കോടതി ഈ കേസിൽ വിധി പറയും. അത് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് തന്നെയായിരുന്നു. കാരണം ഈ ഷാബിറ എന്ന് പറയുന്ന സ്ത്രീ 71 വയസ്സായിരുന്നു. ഇവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊച്ചുമകനും അതുപോലെ തന്നെ അവരുടെ ഭാര്യ ഫസീലയും ചേർന്ന് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ആദ്യം ഇത് പുണ്യമാസത്തിൽ നടന്നതാണ്. റംസാൻ കാലത്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആദ്യം ചീരക്കറിയിൽ വിഷം കലർത്തി നൽകി. അതിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടപ്പോൾ ബലമായി തന്നെ പിടിച്ച് വിഷം വായിലേക്ക് ഒഴിച്ചു കൊടുത്ത് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ കേസ്. അതിനുശേഷം നായാടിപ്പാറയിലെ ഒഴിഞ്ഞ പ്രദേശത്തേക്ക് ഒരു ദിവസത്തിന് ശേഷം ഈ മൃതദേഹം കൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ഈ പ്രതികൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. കാരണം എഴുത്തും വായനയും സബറയ്ക്ക് അറിഞ്ഞിരുന്നില്ല. അവരുടെ അടുത്ത് ഒരു എഴുത്ത് കൂടി ഇവർ ഉപേക്ഷിച്ചിരുന്നു. അതായത് ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലുള്ള ഒരു എഴുത്ത് ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ എഴുത്തും വായനയും അറിയാത്ത ഇവർ ഇത് എങ്ങനെ എഴുതി എന്നുള്ള ഒരു സംശയം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും അതാണ് ഈ പ്രതികളിലേക്ക് എത്താൻ സഹായിക്കുകയും ചെയ്തത്. ഇന്ന് 11 മണിയോട് കൂടിയാണ് ഈ കേസിൽ വിധി ഉണ്ടാവുന്നത്. ഈ ഫസീലയ്ക്ക് ഇവരുമായിട്ടുള്ള ഒരു മുൻവൈരാഗ്യമായിരുന്നു. കാരണം ഫസീല പല കേസുകളിലും ഇതിനു മുൻപ് കവർച്ചാ കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായിരുന്നു. അപ്പോൾ അവരുമായിട്ടുള്ള അസ്വാരസ്യം, അവർക്കുണ്ടായിരുന്ന ഒരു താല്പര്യക്കുറവാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തലും ഉണ്ടായിരുന്നത്. SKN